ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ പറയാം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് നൂഹിന്റെ ആദ്യ ആയത്തുകൾ. ആ സമൂഹം മഹാനവറുകളുടെ 900-ൽ പരം വരുന്ന ദഅവത്ത് കാലം, 900-ൽ പരം വർഷം വരുന്ന ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ കാലത്തെ തിരസ്കരിച്ച സമൂഹമാണ്. വിരലിൽ എണ്ണാവുന്നവരല്ലാതെ ആരുമില്ലതിൽ. ആ സന്ദർഭത്തിൽ അവിടെ അള്ളാഹു പല നന്മകളും നിഷേധിച്ചിട്ടുണ്ട് അവർക്ക്. അസംബന്ധമായിട്ട് ഖുർആൻ പറയുന്ന ആയത്തുകൾ അത്ഭുതപ്പെടുത്തുന്ന ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. قال يا قوم إني لكم نذير مبين أن اعبدوا الله واتقوه وأطيعون يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون. ജനങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനായി വന്നവരാണ്. ഞാൻ നിങ്ങൾക്ക് വരാനുള്ള അദാബുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വന്ന ആളാണ്. ഓ എന്റെ പ്രിയപ്പെട്ട ജനതയെ, അള്ളാഹുവിനെ വഴിപ്പെടണേ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണേ. ഹൃദയത്തിൽ തഖ്വ വേണം. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണേ. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും. അള്ളാഹു നിങ്ങൾക്ക് മഗ്ഫിറത്തിന്റെ പദവി തരുമേ. അതുവഴി നിങ്ങളുടെ അബദ്ധങ്ങൾ അല്ലാഹു പുറത്തു തരുമേ. അള്ളാഹുവിനെ വഴിപ്പെടണേ, വഴിപ്പെടണേ, വഴിപ്പെടണേ. മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ഒരു ശിക്ഷ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ സമയം എത്തുന്നതിന് മുമ്പ് ഒരു ചാൻസും കൂടി തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് നന്നായി വന്നു കഴിഞ്ഞാൽ ഇദാ ജാഅ ലാ യുഅഖർ, അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ വരാൻ സമയമായാൽ പിന്നെ അതിനൊരു സാവകാശമില്ല. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ നിങ്ങൾ അമൽ ചെയ്യണേ, നന്നാവണേ എന്ന് സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം നിരാശനായി രാത്രിയും പകലുമൊക്കെ ദഅവത്താണ്. ഇനിയാണ് മഹാനവറുകൾ അള്ളാഹുവോട് ദുആ ചെയ്യുന്നത്. ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറാ. അല്ലാഹുവേ, എന്റെ ജനതയ്ക്ക് രാവും പകലും ഭേദമന്യേ ഞാൻ ദഅവത്ത് നടത്തിയല്ലാ. രാത്രിയിൽ ചെന്നുകൊണ്ട് അവിടെ പല പ്രമുഖരോടും പറഞ്ഞു, പകല് മുസ്ലിമാവാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ രാത്രി ആരും കാണുന്നില്ലല്ലോ, എന്റെ കൂടെ കൂടിക്കോ. അള്ളാഹുവോട് പറഞ്ഞു, രാവും പകലും ഞാൻ ഇവർക്ക് ദഅവത്ത് ചെയ്തു, പക്ഷെ പ്രതികരണമില്ല. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. എന്നെ കാണുമ്പോഴേക്കും അവർ തിരിഞ്ഞോടുന്നു. റബ്ബേ, സുമ്മ ഇന്നി ദഅവ്തുഹും ജിഹാറാ. ഞാൻ പരസ്യമായി കൂട്ടമായി നിൽക്കുന്നോടത്തും ഞാൻ പിന്നീട് ചെന്നു, പക്ഷേ അവർ എന്നെ തിരസ്കരിക്കുന്നു. അല്ലാഹ് വ ഇന്നി കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും. നിന്റെ മഗ്ഫിറത്തിന്റെ പദവി മേടിച്ചു കൊടുക്കാനാ ഞാൻ അവരിൽ ദഅവത്ത് ചെയ്തത്. ആ സമയം മുഴുവനും ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം, ചെവിക്കകത്തേക്ക് വിരൽ അമർത്തിപ്പിടിച്ചിട്ട് അവർ എന്റെ നേരെ ഉടുമുണ്ട് ഉയർത്തിക്കാട്ടുന്നു. അല്ലാ, ആ ഉടുമുണ്ട് ഉയർത്തിയത് തലവഴി ഇട്ടിട്ടവർ തിരിഞ്ഞോടാണ് തമ്പുരാനെ. അങ്ങനെയാ പറഞ്ഞത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ഇടയിൽ ദഅവത്ത് ചെയ്തു. 40 കൊല്ലമായി ആ നാട്ടിലിപ്പോൾ മഴയില്ലാട്ടോ. 40 കൊല്ലമായി ആ നാട്ടിലിപ്പോൾ മഴയില്ല. സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നു. കല്യാണങ്ങൾ നടന്നാൽ സ്ത്രീകൾക്ക് പ്രത്യുൽപാദന ശേഷിയില്ല, പെണ്ണ് ഗർഭിണിയാകുന്നില്ല. കൃഷിയിൽ ഉണക്കലാണ്, നഷ്ടങ്ങളാണ്. മാത്രവുമല്ല, എല്ലാം കഴിഞ്ഞ, എല്ലാം നഷ്ടപ്പെട്ടു പോയ 40 കൊല്ലം, എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ട വരൾച്ചയുടെ 40 കൊല്ലം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സങ്കടത്തിലാ കഴിഞ്ഞ 40 കൊല്ലമായ ജനത അനുഭവിക്കുന്നു.
ഇമാം ഫഖറുദ്ദീൻ റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. അവസാനം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ജനതയോട് പറഞ്ഞു, മഴ വേണോ നിങ്ങൾക്ക്? മഴ വേണോ നിങ്ങൾക്ക്? മഴ വേണോ? മഴ വേണമെങ്കിൽ ഞാൻ പറയട്ടെ, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ മഗ്ഫിറത്ത് തേടിക്കോ. അല്ലാഹു ആകട്ടെ ഒരുപാട് മഗ്ഫിറത്ത് കൊടുക്കുന്നവനാ. ഗഫാർ സൂപ്പർലേറ്റീവാ. ഒരുപാട് മഗ്ഫിറത്ത് കൊടുക്കുന്നവനാ റബ്ബ്. റബ്ബിലേക്ക് നിങ്ങൾ മഗ്ഫിറത്ത് തേടിക്കോ, പൊറുക്കാൻ തേടിക്കോ, ഇസ്തിഗ്ഫാർ ചെയ്തോ. അള്ളാഹു അത് ചോദിക്കുന്നവന് ഒരുപാട് കൊടുക്കുന്നവനാ. അതിന്റെ പേരിൽ അള്ളാഹു തരുന്ന മഗ്ഫിറത്തിന്റെ പേരിൽ മഗ്ഫിറത്തിന്റെ കൂടെ അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിൽ തരും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. കുത്തിച്ചൊരിയുന്ന പേമാരി അള്ളാഹു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. മഗ്ഫിറത്ത് കിട്ടിയാൽ മഴ പെയ്യും. മഗ്ഫിറത്ത് പാപം പൊറുക്കൽ മാത്രമല്ല, മഗ്ഫിറത്ത് കിട്ടിയാൽ രോഗം മാറും. മഗ്ഫിറത്ത് കിട്ടിയാൽ ദുആഇന്റെ ഇജാബത്തുണ്ടാകും. എന്തിനേറെ നമുക്ക് മഗ്ഫിറത്ത് കിട്ടിയാൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമെന്ന് ഖുർആൻ. മാത്രവുമല്ല വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറാൻ മഗ്ഫിറത്ത് കിട്ടിയാൽ മതിയെന്ന് ഖുർആൻ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ മഗ്ഫിറത്ത് കിട്ടിയാൽ മതിയെന്ന് ഖുർആൻ. വയജഅൽ ലക്കും ജന്നാത്ത്. ഉണങ്ങിയ കൃഷിയിടങ്ങൾ മുഴുവനും കൃഷിത്തോട്ടങ്ങളായി മാറാൻ മഗ്ഫിറത്ത് കിട്ടിയാൽ മതിയെന്ന് ഖുർആൻ. വയജഅൽ ലക്കും അൻഹാറ. ഉണങ്ങി വരണ്ട നദികൾ മുഴുവനും നിങ്ങൾക്ക് കളകളാരവമൊഴുക്കുന്ന വിരാമം ഒഴുകിപ്പോകുന്ന വലിയ വലിയ നദീസമ്പത്തുകൾ ജന്മമെടുക്കാൻ മഗ്ഫിറത്ത് കിട്ടിയാൽ മതിയെന്ന് നൂഹ് നബി അവിടുത്തെ ജനതയോട് പറഞ്ഞു എന്ന് ഖുർആൻ. ഒന്ന് ചൊല്ലുമാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് واسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله واسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. മഹാനായ ബിക്ർ ബിൻ അബ്ദില്ലാ തങ്ങൾ പറയാണ്, ജനങ്ങളിൽ ഏറ്റവും കുറച്ച് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാരാണെന്നറിയുമോ? കൂടുതൽ പാപം ചെയ്യുന്നവരാണ്. നമുക്ക് ഇസ്തിഗ്ഫാർ കുറവാണെങ്കിൽ ഉറപ്പിക്കാം പാപം കൂടിയിട്ടുണ്ട്. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ഉച്ചരിക്കുന്നവർ ഏതാ? ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് ഏറ്റവും കുറച്ച് ചൊല്ലുന്നവർ, ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നവർ അത് കുറച്ച് ചൊല്ലു. അത് കുറയുന്നുണ്ടോ എന്നാൽ അപ്പുറത്ത് പാപം കൂടുന്നുണ്ടെന്ന് മഹാനായ ബിക്ർ ബിൻ അബ്ദില്ലാ തങ്ങൾ പറയാണ്. വഅക്സറുഹും ഇസ്തിഗ്ഫാറൻ അഖല്ലുഹും ദുനൂബാ. ജനങ്ങളിൽ ഏറ്റവും കുറച്ച് പാപം ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ല എന്ന് മഹാനവറുകൾ പഠിപ്പിക്കാം. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മുന്നിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നാട്ടിൽ മഴയില്ല. ഹസൻ ബസ്രി ആവട്ടെ ചില്ലറക്കാരനല്ല, സയ്യിദു താബിഈന ബിൽ ഇൽമി ഹസൻ ബസ്രി. താബിഈങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള മഹാനാണ് ഹസൻ ബസ്രി. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നാട്ടിൽ മഴയില്ല, ദുആ ഇറക്കണേ. പോവാൻ വരട്ടെ മോനെ, ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, നീ ചൊല്ലോ. ചൊല്ലാം തങ്ങളെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്താണ് ദിക്റിന്റെ അർത്ഥം? അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്ത് ഞാൻ തേടുന്നു. ആ ദിക്ർ ചൊല്ലിക്കോ എന്ന് പറഞ്ഞയച്ചു. പിന്നെ ഒരാൾ വന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, ഇമാം റാസി രേഖപ്പെടുത്ത അയാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ദാരിദ്ര്യമാണ്, ആർക്കും ജോലിയില്ല, പണിയില്ല, വരുമാനമില്ല, ദാരിദ്ര്യമാണ്. പറഞ്ഞു, ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, അത് ചൊല്ലിക്കോ, നാട്ടിലെ പ്രയാസങ്ങൾ മാറും. എല്ലാരോടും ചൊല്ലാൻ പറഞ്ഞു. ഏതാണ് ആ ദിക്ർ എന്നറിയോ? ഹസൻ ബസ്രി പറഞ്ഞു കൊടുത്തു.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായി, മക്കളില്ല, ഭാര്യ ഗർഭിണിയാകുന്നില്ല. പോകാൻ വരട്ടെ, ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, അത് ചൊല്ലിക്കോ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും, സമ്പത്തില്ലാത്തവർക്ക് സമ്പത്തുണ്ടാകും, മഴ കിട്ടാത്തോടത്ത് മഴ കിട്ടും. ഞാൻ ആ ദിക്ർ പറഞ്ഞു തരാം, ചൊല്ലിക്കോ. ആ ദിക്ർ ചൊല്ലിക്കോളൂ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പിന്നെ ഒരാള് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു കർഷകനാ, എനിക്ക് പറയാനുള്ള സങ്കടം, കില്ലത്തുരീഇല്ലർളി, ഞാൻ ചെയ്യുന്ന കൃഷിയിലൊന്നും ഗുണം കിട്ടുന്നില്ല, എല്ലാം കരിഞ്ഞു പോകുന്നു, ലാഭമില്ല, കൃഷി നന്നാവുന്നില്ല. ചെള്ള് വന്ന് കുത്തിപ്പോവാ. കൃഷിഭൂമിയിലെ ചെള്ളുകുത്തൽ മാറണോ? നല്ലൊരു കീടനാശിനി ഉണ്ട്, ഒരു ദിക്റാണത്, അത് ചൊല്ലിക്കോ, അത് മാറിക്കോളുമെന്ന് സയ്യിദുനാ ഹസൻ ബസ്രി. ഏതാണ് ആ കീടനാശിനി, അല്ലെങ്കിൽ ഏതാണ് ആ ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഒരുപാട് ആളുകൾ ഒരു ദിവസം തന്നെ പല പ്രശ്നങ്ങൾ പറയാമെന്നോടത്ത് ഒറ്റ മരുന്നാ കൊടുത്തത്. ആ മരുന്നാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പല രോഗങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ദിക്ർ ഒറ്റ മൂലിയാണ്, ഒറ്റ മൂലിയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് മുഴുവനും ദൂരെ നിന്നൊരാൾ നിരീക്ഷിച്ചു. അയാൾ വന്നുകൊണ്ട് ചോദിച്ചു, അതാക റിജാൽ യസ്കൂന ഇലൈക അൻവാഅൻ മിനൽ ഹാജ. ഒരുപാട് ആളുകൾ വന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും പറയുമ്പോ എല്ലാവരോടും ഫഅമർതഹും കുല്ലഹും ബിൽ ഇസ്തിഗ്ഫാർ, ഒറ്റ പരിഹാരമല്ലേ അങ്ങ് പറഞ്ഞിട്ടുള്ളത്, ഈ ഒറ്റ ദിക്റല്ലേ അങ്ങ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് ആ ദിക്റിന്റെ രഹസ്യം? മഹാനായ ഹസൻ ബസ്രി നമ്മൾ ഓതി അർത്ഥം പറഞ്ഞ സൂറത്തു നൂഹിന്റെ ആയത്തുകൾ അങ്ങ് ഓതാൻ തുടങ്ങി. നൂഹ് നബി അന്ന ജനങ്ങളോട് പറഞ്ഞിരുന്നത്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. അല്ലാഹു തരട്ടെ. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുമ്പോ പടച്ചോനെ പുറത്തു തരണേ എന്ന് മാത്രമല്ല, നമ്മൾ കാണാത്ത പല രഹസ്യങ്ങൾ അതിൻ്റെ ഇടയിലുണ്ട്. നമ്മുടെ ഒരു അസ്തഗ്ഫിറുല്ലാഹ് ആയിരിക്കും ഒരു പക്ഷേ ഒരു നാട്ടിലൊരു മഴ, പറയാൻ പറ്റില്ലേ? അള്ളാഹു അതിന് കൊടുത്തിരിക്കുന്ന വില വലുത് തന്നെയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഴ കിട്ടാതെ വരുമ്പോൾ മഹാനവറുകള് മഴ കിട്ടാതെ വരുമ്പോൾ ജനങ്ങളോട് പറയും, നിങ്ങൾ മഴ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ വാതിലിൽ മുട്ടണേ എന്ന് പറയും. അപ്പൊ മഴ കിട്ടും. അള്ളാഹുവിന്റെ വാതിലിൽ മുട്ട. ഫമാ സാദ അലൽ ഇസ്തിഗ്ഫാർ ഫഖീല ലഹു മാ റഅയ്നാക ഇസ്തസ്ഖൈത. അള്ളാഹുവിന്റെ വാതിലിൽ മുട്ട. അപ്പൊ ചോദിക്കുക, അതെങ്ങനെ അള്ളാഹുവിന്റെ വാതിലിൽ മുട്ട? അപ്പൊ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ദിക്ർ കൂടുതൽ ചൊല്ലിയാൽ മഴ ഉണ്ടാകുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അള്ളാഹുവിന്റെ വാതിലിൽ മുട്ട. അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു, തങ്ങളെ അങ്ങ് മഴ തേടി ദ്വാരക്കണമെന്നും കാണാറില്ല, ഈ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലലേ കാണുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, ലഖദ് ഇസ്തസ്ഖൈതു ബിമജാദീഹിസ് സമാഇ, ആകാശത്തിന്റെ മഴക്കവാടങ്ങളിൽ മുഴുവനും ഞാൻ തട്ടിയതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലിയതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ഉണ്ടായേ പറ്റൂ. നമ്മുടെ വീട്ടിൽ ബാത്റൂമിലെ ടാപ്പ് കംപ്ലൈന്റ് ആണ്, ഇടക്കിടക്ക് ഓരോ തുള്ളി ഇറ്റ് വീഴുന്നുണ്ടെന്ന് അങ്ങോട്ട് സങ്കല്പിക്കാം. ഒരു ബക്കറ്റ് അതിന്റെ ചോട്ടിൽ വെച്ചാൽ കാലത്ത് മുതൽ ചാടുന്ന വെള്ളം ഒരു വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ എന്തോരുണ്ടാവും, നിറഞ്ഞിട്ടുണ്ടാവും ചെയ്യും. ഇടക്കിടക്ക് വെള്ളം ചാടുന്നുണ്ടെന്ന ഒരു സൗണ്ടും, ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഇങ്ങനെ കയറി കയറി വരും അല്ലേ, ഒരു പ്രത്യേക സൗണ്ട് കേൾക്കാം. ആ ബക്കറ്റിൽ അത്രയും വെള്ളം കാണുമ്പോൾ, വൈകുന്നേരം വന്ന് കാണുമ്പോൾ, നിറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഞെട്ടിപ്പോവും. പടച്ചോനെ ഇത്രയും വെള്ളമാണ്, ഒരു കാര്യമില്ല, നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കമത്തി കളയില്ല. ഇത്രയും വെള്ളം പോയെന്നുള്ളൊരു തോന്നല് ഒരു ബോധമുള്ള മനുഷ്യന്റെ മനസ്സിൽ, പ്രത്യേകിച്ച് വേനലാണിയും ഉണ്ടാവും. അള്ളാഹു നമ്മുടെ കയ്യിലേക്ക് നമ്മൾ ചെയ്ത തെറ്റുകളും നന്മകളും ഒക്കെ ചെയ്ത ഏട് തരും. അള്ളാഹു വലത്തെ കയ്യിൽ തരട്ടെ. അതേ സമയം അതിലേക്കങ്ങ് നോക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും, ഇത്രയും തെറ്റ് ഞാൻ ചെയ്തോ എന്നൊരു തോന്നൽ വരും. കാരണം ടാപ്പിൽ വെള്ളം വന്നത് ഒരു ലീക്കിലൂടെ മാത്രമാണ് ടാപ്പിൽ വെള്ളം വന്നത്. പക്ഷെ ഒരേ സമയം
നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് പാപം വന്നത്. ഉദാഹരണം, നമ്മൾ ഒരു നുണ പറയുന്നുവെങ്കിൽ സത്യത്തിൽ അതിൽ പങ്കെടുത്ത അവയവങ്ങൾ എത്ര? ഒരു നുണ പറഞ്ഞുകൊടുത്ത് നാവ് എന്തായാലും പങ്കെടുത്തിട്ടുണ്ട്. ആ നാവ് നനഞ്ഞത്, ആ ഉമിനീര് പങ്കെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ആക്കം കൂട്ടിയ ആ മനസ്സിന്റെ വ്യഗ്രത പങ്കെടുത്തിട്ടുണ്ട്. അത് ചിന്തിച്ചു കൂട്ടി ഏത് പദാ നുണയായിട്ട് ഇപ്പൊ പറയേണ്ടത്, ഏത് വാക്കാ പറയേണ്ടതെന്ന് ആലോചിച്ച മനസ്സ് പങ്കെടുത്തിട്ടുണ്ട്. ഇത് പുറത്തേക്ക് വിട്ട പായും ചായും കായും ഒക്കെ ഉച്ചരിക്കാൻ വേണ്ടി ഉപയോഗിച്ച പല്ലും മഹറജുകൾ മുഴുവനും ചുണ്ടും ഒക്കെ ഈ നുണയിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ അവയവവും ഇപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നുണ പറയണ കാര്യമായി പറഞ്ഞു, ഒരു സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യത്തിൽ എത്ര അവയവ പങ്കെടുത്തത്. ഇങ്ങനെയാണെങ്കിൽ എത്ര ബക്കറ്റ് ഇപ്പൊ നമ്മൾ ഈ ലീക്കോൾ എടുത്ത് വെക്കേണ്ടി വരും? ആലോചിച്ചു നോക്കി. ഒരു തുള്ളി ആടുന്നതല്ല, ഒരു നുണ പറഞ്ഞോടത്ത് എത്ര. അതങ്ങ് കാണുമ്പോ മലക്ക് ഓടി അകലുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു ഹദീസ് കാണാം, ഇദാ കദബൽ അബ്ദു തബഅദ അൻഹുൽ മലക്കു മൈല മിൻ നത്നി മാ ജാഅ ബിഹി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നുണയല്ലേ പറഞ്ഞത്, അതൊരു വാക്കല്ലേ? അല്ല, അതിലെത്ര ഭാഗങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നാം കഴിച്ച ഭക്ഷണത്തിന്റെ ഊർജം പോലും അതിൽ പങ്കെടുക്കുകയാണ്. ഒരു തിന്മ സംഭവിക്കുന്നിടത്ത് അതിങ്ങനെ പലയിടങ്ങളിൽ നിന്നാണ് വരുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഒരാളുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാതെ പറഞ്ഞു പോകും. ഇലാഹി അബ്ദുക്കൽ ആസി അതാകാ മുഖിറം ബിദ്ദുനൂബി വഖദ് ദഅാകാ വഇൻ തഗ്ഫിർ فأنت لذاك أهل وإن تطرد فمن يرحم سواك. ഇതൊരു മനോഹരമായ വാക്കുകളാണിത്. അല്ലാഹുവേ, നിന്റെ അടിമ നിന്റെ മുന്നിൽ വന്നു. ഈ അടിമക്കൊരു പ്രത്യേകതയുണ്ട്. അൽ-ആസി, ഈ അടിമ നിരന്തരം പാപം ചെയ്തു പോയവനാണ്. അല്ലാഹ് നിരന്തരം പാപം ചെയ്തവനാണ്. അല്ലാഹ്, ഈ അടിമ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് മുഖിറം ബിദ്ദുനൂബി, പറ്റിപ്പോയി തമ്പുരാനേ, എനിക്ക് പറ്റിപ്പോയി അല്ലാഹ്, ഞാൻ എല്ലാം സമ്മതിച്ചു പോവാണ്. ഇനി ഒരു തെളിവും നീ എന്റെ മുന്നിൽ കാണിക്കണ്ട. നീ തെളിവ് എന്റെ മുന്നിൽ പറയും എന്നുള്ളത് എനിക്ക് ബോധ്യമായി. അല്ലാഹ്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. എന്തൊരു അർത്ഥമാണെന്ന് അറിയുന്നത്. ബിമാ കാനു യക്സിബൂൻ. കസബ യക്സിബു സാധാരണ പറയാ ബിമാ കസബത്ത് ഐദിന്നാസ്, ശരീരത്തിൽ കയ്യ് ചെയ്യുന്നിടത്താ മിക്കവാറും കസബ യക്സിബു പറയാം. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്റെ കയ്യ് ചെയ്ത പ്രവർത്തനം എന്നാ പറയാം. പക്ഷെ ബിമാ കാനു യക്സിബൂൻ, ശരീരത്തിന്റെ സർവാവയവങ്ങളും ചെയ്തത് എന്നാണ് അതിനർത്ഥം. ഏതവയവം ഇപ്പൊ തെറ്റിയാത്ത? മനുഷ്യന്റെ അവയവം തെറ്റ് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ. ആ തെറ്റുകൾ, ഏത് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ അല്ലാഹു ഒരു കവറിന്റെ അകത്ത്, ഒരു ബോക്സിന്റെ അകത്ത് വെക്കും. ആ ബോക്സിന്റെ പുറത്തെ ടൈറ്റിൽ വ്യഭിചാരം എന്നാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏത് തെറ്റ് ചെയ്താലും അതിനെ വ്യഭിചാരം എന്ന കാറ്റഗറിയിലാ മിനിമം അത് ഉൾപ്പെടുത്താം. അങ്ങനെയാണ്. ഏത് നന്മ ചെയ്താലും അതിനെ സ്വതക്ക എന്ന ബോക്സിലാ വെക്ക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏത് കാര്യത്തെയും കൊണ്ടോ മിനിമം സ്വതക്കയുടെ പാക്കറ്റിൽ കയറ്റി വിടും. ലോക്കൽ പാക്കറ്റല്ല, സ്വതക്ക എന്ന ബ്രാൻഡായിട്ടായിട്ട് ഏത് നന്മ അവിടെ എത്താം. ബ്രാൻഡഡ് ആക്കി അള്ളാഹു അവിടെ എത്തിക്കാം. തെറ്റും അങ്ങനെയാണ്. തെറ്റുകൾ ഏത് ചെയ്താലും അതിനെ അള്ളാഹു വെക്കുന്ന ബോക്സ്, അതിന്റെ പേര് വ്യഭിചാരം എന്നാം. നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങൾ പങ്കെടുക്കുമ്പോഴാ ഒരു തെറ്റ് സംഭവിക്കാം. അങ്ങനെയെങ്കിൽ വലിയ തെറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതിലേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല, പറയുന്നില്ല. വലിയ തെറ്റൊക്കെ നിങ്ങൾ ആലോചിച്ചോളൂ. ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇന്നൽ മുഅ്മിന ഇദാ ദനബ കാനത് നുക്തത്തുൻ സൗദാഉ ഫീ ഖൽബിഹി
വെള്ളത്തുള്ളി ഇറ്റ് വീണ പോലെ മൂമിനായ മനുഷ്യന് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ഒരു കറുത്ത പുള്ളി വന്നവന്റെ ഖൽബ് എന്ന് പറയുന്ന ചെറിയ ബക്കറ്റിന്റെ അകത്തേക്ക് അടയാളമായി വന്നു വീഴാ ഒരു കറുത്ത പുള്ളി വന്നു വീഴുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഫഇൻ താബ, ഉടനെ അവൻ തൗബ ചെയ്തുവെങ്കിൽ, തൗബ ചെയ്തതിന്റെ കൂടെ ഇനി ഒരിക്കലും അതിലേക്ക് പോവില്ല എന്ന പശ്ചാത്താപത്തിന്റെ പ്രതിജ്ഞ അവൻ നിലനിർത്തുകയും ചെയ്താൽ, നിലവിലാ തെറ്റിൽ നിന്നും ഊരി വരികയും ചെയ്താൽ, മഹാന്മാര് പറയുന്നുണ്ട് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അദ്ദേഹത്തിന്റെ ഗുനിയയിലൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ആ വഴിക്ക് പോയപ്പോഴാണ് അന്ന് ആ തെറ്റുണ്ടായെങ്കിൽ പിന്നെ ആ വഴിക്കേ പോകാൻ പാടില്ല. ഒരു നല്ല കാര്യത്തിന് പോലും ആ വഴിക്ക് പോകാൻ പാടില്ല. എന്തുകൊണ്ടാന്നറിയോ? ആ വഴിക്കാ മറ്റേ ആളോട് ഇരിപ്പുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും, കഴിഞ്ഞ ആഴ്ച ഇല വന്നപ്പോഴാണ് മറ്റേ ഇറങ്ങണ്ട. ഇല്ല, ആ ഇല്ല എന്ന് പറയാൻ വേണ്ടി അവനോട് നമ്മുടെ മനസ്സ് മന്ദിരിക്കല് പോലും അപകടം. അങ്ങനെയുണ്ട്. ഇവിടെ ഇപ്പൊ ഒരാള് പബ്ലിക് അല്ലേ അത് തിന്നിട്ട് തുപ്പിയിട്ട, സാധാരണ അവിടെ ഒരു കടലാസോ അല്ലെങ്കിൽ വല്ല കല്ലിന്റെ കഷ്ണമാണ് നമ്മൾ ഇങ്ങനെ തട്ടിക്കളഞ്ഞാൽ അത് അല്ല ചെരുപ്പ് കൊണ്ട് തട്ടി എന്ത് ചെയ്യും? അത് അങ്ങോട്ട് പോയി. മറ്റേ സാധനം തട്ടിക്കളഞ്ഞാലോ ഈ വായിലിട്ട് ചവച്ച് തുപ്പടെ പണി കിട്ടും. സംഗതി നമ്മൾ സതുദ്ദേശം ചെയ്തായിരിക്കും. എന്നാലും എന്ന് പറഞ്ഞ പോലെ ഒരു നന്മ ചെയ്യാനായിട്ട് ആ വഴിക്കേ പോകരുത്. അത് തൗബയുടെ ഷർത്തായി പറഞ്ഞിട്ടുണ്ട് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. തൗബയുടെ ഷർത്തായി. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് വീട്ടിലിരിക്കൽ നടക്കുള്ളൂ. കാരണം എന്താ, പണ്ട് സിനിമ കാണാൻ പോയത് ആ വാതക്കട തന്നെയാണ് മറ്റേ ആളെ ആശുപത്രി കിടന്നപ്പോ ബ്ലഡ് കൊടുക്കാൻ പോകാൻ. നമുക്ക് പോകാൻ സ്ഥലം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ അള്ളാഹു നന്നാക്കട്ടെ. ഒരിക്കലും നമ്മൾ നന്നാക്കാനല്ല ദുആരക്ക. എന്തായാലും ഇത് നന്നാവലൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യാണ്. വലിയൊരു മനുഷ്യനുണ്ടായി ഈ ലോകത്ത്. ആ മനുഷ്യനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത് മാന്യന്മാരിൽ ഏറ്റവും വലിയ മാന്യനാണ് എന്നാണ്. ആ മഹാന്റെ മാന്യത കൊണ്ട് അദ്ദേഹത്തിന്റെ വാപ്പാടെ വാപ്പയും അദ്ദേഹത്തിന്റെ വാപ്പയും പിന്നത്തെ വാപ്പയും ഈ മഹാന്റെ മാന്യത കൊണ്ട് മാന്യന്മാരായി അള്ളാഹു ചിത്രീകരിച്ചു. അത്രയും വലിയൊരു മാന്യനായ ഒരു വലിയ മഹാനുണ്ടായിട്ടുണ്ട് ഈ ലോകത്ത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. സുലൈഖയുടെ കൊട്ടാരത്തിൽ വെച്ചിട്ട് മഹാനവറുകൾ ഒരു മാന്യത കാണിച്ചു. ആ മാന്യത വല്ലാത്ത മാന്യതയാണ്. ആ മാന്യത ലോകത്ത് ഒരു യൗവനം നിലനിൽക്കുന്ന ആരിലും ഉണ്ടാവേണ്ട ഒരു മാന്യതയാണ്. ഒരാൾ എപ്പോഴാണ് ഏറ്റവും വലിയ മാന്യനാകുന്നത്? ഏറ്റവും വലിയ മാന്യനാവുന്നത് അദ്ദേഹത്തിന്റെ ഏകാന്തതയിലെ അയാളുടെ ഈ സഭ്യമായ പ്രവർത്തനത്തെ വിലയിരുത്തുമ്പോഴാണ് മാന്യനാവുക. സംഗതി ആള് കൊള്ളാം, പക്ഷേ ഉള്ളിലിരിപ്പ് മോശാന്ന് കുറേ കഴിയുമ്പോഴേ മനസ്സിലാവും. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു മനുഷ്യന് ഉണ്ട്, എല്ലാ മനുഷ്യന്മാരിലും ഉണ്ട്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു അങ്ങനത്തെ ഒരു വലിയ മഹാൻ ഉണ്ടായിട്ടുണ്ട്. ആ മഹാൻ മാന്യന്മാരിൽ മാന്യൻ യൂസുഫ് ബിനു യഅഖൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം സയ്യിദുനാ റസൂലുള്ളാഹി. യൂസുഫ് ബിനു യഅഖൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം. എത്ര പേരെ പറഞ്ഞു? ഈ ഏറ്റവും താഴെയുള്ള പേരക്കുട്ടിയുടെ മാന്യത വല്ലുപ്പാക്ക് പോലും കിട്ടി. ആ വല്ലുപ്പയാണ് സയ്യിദുനാ ഇസ്ഹാഖ് നബി. അതിനപ്പുറത്തേക്ക് സയ്യിദുനാ ഇബ്രാഹിം. ഈ മാന്യത അങ്ങോട്ട് പോലും കിട്ടി എന്നുള്ള അത്രയും വലിയ മഹാനായ അത്ഭുതപ്പെടുത്തുന്ന ആ മനുഷ്യൻ ദ്വാരുന്നത് എന്താണെന്നറിയോ? പടച്ചവനെ നന്നാക്കണേ നല്ല ദ്വാരുന്നത്. ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിശുദ്ധി എന്താ? ഒരു മുറബിയായ ഷെയ്ഖ് ഇടപെട്ട ജീവിതമാണ്. ഈ മുറബിയായ ഷെയ്ഖ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. നമ്മുടെ മുറബിയായ ഷെയ്ഖ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത. എന്താ മുറബിയായ ഷെയ്ഖ്? ഒരാളെ നന്നാക്കുന്ന വഴികാട്ടി എന്നതിനർത്ഥം. നമ്മളെ നന്നാക്കുന്ന വഴികാട്ടി സ്വലാത്ത. സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്ന ആൾക്ക് ഹൃദയ സാന്നിധ്യം വേണ്ട. സ്വലാത്ത് ഡയറക്റ്റ് ഹൃദയത്തിൽ കയറി കഴിഞ്ഞു. ഹൃദയത്തെ നന്നാക്കി. ഹൃദയ സാന്നിധ്യം വേണ്ടാത്ത ഒരേ ഒരു അമല് സ്വലാത്താണ്. ഹൃദയ സാന്നിധ്യം വേണ്ടാത്ത ഒരേ ഒരു അമല് സ്വലാത്താണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് ചൊല്ലുന്ന നേരത്ത് ഹൃദയ സാന്നിധ്യം വേണ്ട. ഹൃദയ സാന്നിധ്യമില്ലാതെ അവൻ ചെയ്യുന്ന സ്വലാത്ത് എന്ന അമല് അവനെ നന്നാക്കിക്കൊണ്ടിരിക്കാം. ഹൃദയത്തിൽ അത് ഇടപെട്ട് കഴിഞ്ഞു. നമ്മുടെ ഏറ്റവും വലിയ മുറബിയായ ഷെയ്ഖ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത. നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റൂല. സ്വലാത്ത് വർദ്ധിപ്പിച്ചു. സ്വലാത്ത് മുന്നിൽ ഇടപെടും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് നമ്മുടെ ജീവിതത്തിൽ തടഞ്ഞു നിർത്താൻ ഒരു ഓർമ്മയായി നമ്മളിൽ ഇടപെടും. ഇത് ലോകത്തുള്ളതാ. മഹാന്മാരായ അമ്പിയാക്കൾ അവരുടെ സമൂഹത്തിലെ സ്വാലിഹീങ്ങൾക്ക് ഷെയ്ഖായിരുന്നു. തെറ്റ് ചെയ്യാതെ അവർ ഇടപെടും.
അവർ മുന്നിൽ വന്ന് ഇടപെട്ടിരിക്കും. ആ ഒരു ഇടപെടലുണ്ടായ ഒരു മഹാനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ആയത്ത് ഞാൻ പറയാം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുലൈഖയുടെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് മഹാനവറുകൾ തെറ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്താ? വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബിഹി. പറയട്ടെ, ഒരാണായാലും പെണ്ണായാലും എതിർലിംഗത്തിലുള്ള ഒരാള് ലൈംഗികമായ ആവശ്യത്തിൽ തന്റെ എതിർലിംഗത്തിലുള്ള ആളിൽ ഒരു പരിധിയിലധികം ബലം പ്രയോഗിച്ചാൽ ശരീരത്തിന് സ്വാഭാവികമായും ഒരു തളർച്ച വരാം. അതൊരു സ്വാഭാവികമായ ശരീരപ്രകൃതമാണ്. സുലൈഖയുടെ കൊട്ടാരത്തിൽ വെച്ച് യൂസുഫ് നബി അത് ചെയ്യണ്ട, പക്ഷെ എതിർക്കാനുള്ള ശക്തി ചോർന്നു പോയാൽ പടച്ചവനെ വലിയ തെറ്റ് സംഭവിക്കുമായിരുന്നു. ആ ശക്തി ചോർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇടപെടുകയാണ്. യൂസുഫ് നബിയും സുലൈഖയും മാത്രമുള്ള സന്ദർഭത്തിൽ യൂസുഫ് നബിയേക്കാൾ ബലപ്രയോഗത്തിൽ സുലൈഖ മുന്നിട്ട് നിൽക്കുന്ന നേരത്ത് സുലൈഖ റളിയല്ലാഹു അൻഹയെ കീഴടക്കാൻ വേണ്ടി യൂസുഫ് നബി കുഴഞ്ഞു പോകുന്ന ഒരു നേരമുണ്ട്. ആ സമയത്ത് ഖുർആൻ പറയുന്നു, ലൗലാ അർആ ബുർഹാന റബ്ബിഹി. മഹാനായ യൂസുഫ് നബിയുടെ മുറബ്ബിയായ ശൈഖ് മുന്നിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ, ലൗലയുടെ ജവാബ് പറഞ്ഞിട്ടില്ല, അവിടെ അരുതാത്ത സംഭവിച്ചു പോയാനെ. ഒരു മുറബ്ബിയായ ശൈഖ് അവിടെ ഇടപെട്ടു. മഹാനായ യൂസുഫ് നബിയുടെ നന്മകൾ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ളതായ ഒരു ഇടപെടൽ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഒരു ബുർഹാൻ ഇടപെട്ടു എന്നാ പറഞ്ഞത്. എന്താണ് ഈ ബുർഹാൻ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ജലാലുദ്ദീൻ സുയൂത്തി അടക്കമുള്ളവരാൾ രേഖപ്പെടുത്തി. തൊട്ട് മുന്നിൽ യാക്കൂബ് നബി എന്ന വാപ്പ വന്നിട്ട് യൂസുഫ് നബിയുടെ നെഞ്ചില് കൈയിങ്ങനെ അമർത്തി ഒരൊറ്റപ്പെടുത്താം. അതോടുകൂടെ ശരീരത്തിന്റെ നോർമലി ഉള്ള വൈകാരിക താല്പര്യത്തെ വിരൽ തുമ്പിലൂടെ അള്ളാഹു പുറത്തേക്ക് കളഞ്ഞു. മഹാനവറുകൾക്ക് അങ്ങനെ ഒരു ആ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാത്ത വിധം അതിന്റെ വിപരീതമായ ഒരു പ്രകൃതം മനസ്സിലേക്ക് കൊടുത്തു. വികാരത്തോട് വിപരീതമായി നിൽക്കുന്ന ഒരു പ്രകൃതം മനസ്സിൽ കൊടുത്തു. അതിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ലൗലാ അർആ ബുർഹാന റബ്ബിഹി. അള്ളാഹുവിന്റെ ബുർഹാൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ. അത്രയും വലിയ മഹാനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അള്ളാഹുവോട് ദുആ ചെയ്യുന്നത്, പടച്ചോനെ എന്നെ സ്വാലിഹാക്കണം എന്നല്ല. അടക്ക എന്ത് വില ഉണ്ടെന്ന് അറിയോ? ഇപ്പൊ അടക്ക അറിയില്ല. ഞാനൊരു വില വെറുതെ പറയാണ്, ഒരു 400 രൂപ കൂട്ടിക്കോളൂ. കുരുമുളക് 800 രൂപയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അള്ളാഹു വേണം. അപ്പോ അതിൻ്റെ അകത്ത് കുരുമുളക് ആവട്ടെ, നമ്മൾ കുറച്ച് കുരുമുളക് എടുത്തിട്ട് ഇങ്ങനെ ഒരു വാളൻ ഇങ്ങനെ എടുത്ത്, അല്ലെങ്കിൽ 1 കിലോ കുരുമുളക് എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 1-2 എണ്ണമൊക്കെ എന്തുണ്ടാവും? ഒരിത്തിരി ഫസ്റ്റ് ക്വാളിറ്റി കുറഞ്ഞതുണ്ടാവും. എന്നാലും ഇത് ഒറ്റ നോട്ടത്തിൽ ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റിക്ക് കൊടുക്കുന്ന വില തന്നെ ഇതിൻ്റെ അകത്ത് കയറി കൂടിയ ആ ഫസ്റ്റ് ക്വാളിറ്റി അല്ലാത്ത 1-2 പീസിനും അതേ വില തന്നെയാണല്ലോ നിശ്ചയിച്ചിരിക്കുന്നത്. തവഫനി മുസ്ലിമ, അള്ളാഹു എന്നെ മുസ്ലിമാക്കി നീ മരിപ്പിക്ക്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോട് ചേർക്ക്. ശരിക്കും ഇതാ ചെയ്തത്. നിറം കുറഞ്ഞ അടക്ക വിൽക്കാൻ ചെന്നപ്പോ നിറമുള്ളതിന്റെ കൂടെ തന്നെ അതിനും വില കിട്ടി. ഒരു ചാക്ക് നിറയെ നിറമുള്ള അടക്ക വിൽക്കാൻ ചെന്നപ്പോ ഒരു 10 എണ്ണം നിറത്തിരി കുറഞ്ഞതിന്റെ അത് മാറ്റി വെച്ച ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഈ വിലയിൽ പോവില്ല. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോട് ചേർക്കെന്ന് പറഞ്ഞാൽ ഞാൻ സ്വാലിഹ് ആവണം എന്നുള്ളതിനർത്ഥം. ആ കൂട്ടത്തില് ചേർത്ത് തരട്ടെ, അതിനു വേണ്ടി ദുആ ചെയ്യുന്ന ആളാണ് സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വരും. കറുത്ത പുള്ളി ഇങ്ങനെ ഓരോ തുള്ളി വെള്ളം ഒരു പാത്രത്തിലേക്ക് ഇറ്റ് വീണ പോലെ നമ്മൾ അറിയാതെ കറുത്ത പുള്ളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ കറുത്ത പുള്ളിയെ നമ്മൾ തൗബ ചെയ്ത് അപ്പ അങ്ങ് കഴുകി നമ്മൾ വെള്ള ഡ്രസ് ഇട്ടാൽ കല്യാണ വീട്ടിൽ പോയി ആ ഇറച്ചിക്കറി വിളമ്പിപ്പോ 2 തുള്ളി തെറിച്ച അപ്പൊ തന്നെ ചായ ഗ്ലാസ്സിൽ നിന്ന് ഒരല്പം ചായ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു പേടി, ഈ അടയാളം അപ്പൊ തന്നെ കഴുകി കളഞ്ഞില്ല പോവില്ലാന്നൊരു തോന്നല് കറി ചാടുമ്പോ നമുക്ക് ഉണ്ടെങ്കിൽ അതിലും അപകടകരമായ സാധനം ഈ കൽബിലേക്ക് ചാടാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കൽബ് കഴുകിയാ വെളുക്കാത്തൊരവസ്ഥയിലേക്ക് വരുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴുകിയാ വെളുക്കാത്ത അവസ്ഥ വരുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ യഅലു ഖൽബ, അവന്റെ ഹൃദയത്തെ അത് കീഴടക്കി. ഇപ്പൊ ഒരു കറുത്ത കരിക്കട്ട കഷ്ണം അവിടെ ഇരിക്കുന്നത്,
അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അല്ലാഹു നന്നാക്കി തരട്ടെ. ഹൃദയത്തെ അത് കീഴടക്കിയ ഒരു വലിയ കറുപ്പായി മാറുമെന്ന് ഖുർആൻ. അല്ലാഹു നന്നാക്കി തരട്ടെ. പുണ്യ നബി എപ്പോഴും ചെയ്തൊരു ദുആ ഉണ്ട്, റസൂലുള്ളാഹി എപ്പോഴും ചെയ്തൊരു ദുആ ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഈ ദുആ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന ഇദാ അഹ്സനു ഇസ്തബ്ശറു വ ഇദാ അസാഉ ഇസ്തഗ്ഫറു. അല്ലാഹുവേ, എന്നെ നീ ഉൾപ്പെടുത്തേണ്ടത്, ജനങ്ങളിൽ കുറേ നല്ല മനുഷ്യന്മാരുണ്ട്, ഒരു നല്ലത് ചെയ്യുമ്പോൾ അവർക്ക് നാളെ അതിൽ ആഖിറത്തിൽ കൂലി കിട്ടുമെന്ന ഒറ്റയ്ക്കിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം അമല് ചെയ്യുമ്പോൾ കിട്ടുന്ന ആളുകളുണ്ട്, അവരിൽ എന്നെ ഉൾപ്പെടുത്തണം അല്ലാ. മുഹമ്മദ് നബി തെറ്റെങ്ങാനും സംഭവിച്ചു പോയാൽ, നിനക്ക് എതിരെ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചു പോയാൽ, അതിന്റെ പേരിൽ അല്ലാഹുവേ ഖേദിച്ച് വേദനിച്ച് കഴിയുന്ന കുറെ നല്ല മനുഷ്യന്മാരുണ്ട്, അവരുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിന്റെ നല്ല നല്ല ഭാഗങ്ങളിൽ ചേരാൻ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലേക്ക് ചിന്ത വരാൻ മഗ്ഫിറത്തിന്റെ പത്തിൽ അള്ളാഹു നമുക്ക് പ്രചോദനവും പ്രേരണയും ആവേശവും തന്ന് അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്ക തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കുക അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. അനുഗ്രഹീതമായ സദസ്സിൽ പങ്കെടുത്ത സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാ. ജീവിതത്തിൽ എല്ലാ വിശുദ്ധിയും ഞങ്ങളിൽ നീ നിലനിർത്തണേ അല്ലാ. ദുആക്ക് ഇജാബത്ത് തടയപ്പെട്ട ആ ഭാഗ്യം കെട്ട ആളുകളിൽ ഈ റമളാനിൽ പോലും ഞങ്ങൾ ആവല്ല അല്ലാ. റമളാന്റെ എല്ലാ പരിഗണനയും ഞങ്ങളിൽ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മറന്നുപോയ തെറ്റുകൾ നിന്റെ മുന്നിൽ രേഖയല്ലേ, നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. തമ്പുരാനെ, ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, അവിചാരിത നേരത്തെ ഒരുക്കങ്ങളില്ലാത്ത മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, നോമ്പുതുറയിലും മറ്റുമായി സഹായിക്കുന്ന സഹകരിക്കുന്ന സജീവമാകുന്ന എല്ലാവരിലും ഖൈർ നൽകുക അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضله صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.